കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഡിസംബർ മാസം 8-ാം തീയതി 2024 ഡിസംബർ 8 എന്നുള്ള ദിവസം ദൈവം നമുക്ക് ഭാഗ്യമായി നൽകി, കനിഞ്ഞു നൽകി. 2024 ജനുവരി കണ്ടവർ അവസാനം കാണാൻ കഴിയാതെ ലോകത്തിൽ മാറ്റപ്പെട്ടു. ചിലർ പകുതിക്ക് വെച്ച് പോയി. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പണ്ടൊരു ഭാഷ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ സ്ഥലം വരുമ്പോൾ അവരവരങ്ങ് ഇറങ്ങുക. അതേപോലെ ഓരോരുത്തരുടെ സമയം വന്നപ്പോൾ അവരവർ മരണപ്പെട്ട് അങ്ങ് പോവുക. ഇതെവിടേക്ക് പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ മുന്നേ എവിടേക്ക് പോയി. എല്ലാവരും പറയുന്നത് ബയ്യൂല ദേശത്ത് പോയി, നിത്യതയിൽ പോയി, കർത്താവിൻ്റെ സന്നിധിയിൽ പോയി, സ്വർഗരാജ്യത്ത് പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയുന്നെങ്കിലും എനിക്കിതിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം സ്വർഗരാജ്യത്തേക്ക് പോകാൻ ഒരു ഒരുക്കം വേണം, ഒരു ആത്മീയ വളർച്ച വേണം, ഒരു ആത്മീയ വർധനവ് വേണം, ഒരു ആത്മീയ നിറവ് വേണം. ക്രിസ്തുവിൻ്റെ സമൃദ്ധയായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടണം എന്നൊക്കെ അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്. ഇതൊക്കെ പ്രാപിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്? ഒന്നുമല്ല. ആത്മീയമായി പിച്ച വെച്ച് ജീവിക്കുന്നവരുണ്ട്, ശൈശവാവസ്ഥയിൽ കിടക്കുന്നു. അവർ മരിച്ചുപോലെ അവരും സ്വർഗത്ത് പോയെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. അത് നല്ലതാണ്. കാരണം ബന്ധുമിത്രാദികൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്വന്തക്കാർക്കും എല്ലാം ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുന്നത് നല്ലതാണ്. പക്ഷെ അതൊന്നും സംഭവിക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ആഴത്തിൽ പഠിക്കുന്നവർ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നല്ലൊരു അടക്ക് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന അനേക ഭക്തന്മാരുണ്ട്. അതുകൊണ്ടാണ് പലരും പെന്തക്കോസ്തിൽ വരുന്നത്. നല്ല അടക്ക്, നല്ല പ്രസംഗമൊക്കെ നടത്തി, അതെല്ലാം കഴിഞ്ഞ് നല്ലൊരു ചാപ്പാടും അടക്കിന് വേണ്ടി മണിക്കൂറുകൾ ശുശ്രൂഷ ചെയ്ത് തോരെ പ്രസംഗിച്ച് ഏതെല്ലാം സംഘടനക്കാരുണ്ടോ അവരെല്ലാം വന്ന് അവരുടെ പ്രതിനിധികൾ പ്രസംഗിച്ച് അവർക്കെല്ലാം കവറും കൊടുത്ത്, കാശുള്ളവരാണെങ്കിൽ അങ്ങനെ വലിയ തോതിലൊക്കെ അടക്കി സായുജ്യമടയുന്ന ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് നമ്മുടെ നാട്. ചെറുതലേ പോയപ്പോൾ ഞങ്ങൾ 3-4 വർഷം അവിടെ പ്രവർത്തനത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ ആ സഭാ ഹാളിൻ്റെ തൊട്ടുപുറകിൽ കടലാണ്. മരിച്ച ഹിന്ദുക്കളുടെ ശവശരീരം ബന്ധുമിത്രാദികൾ അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ഭസ്മം, ദഹിപ്പിച്ച ഭസ്മം കൊണ്ടുവന്ന് അവിടെ നിമജ്ജനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 2 കൊല പഴവും പൂവമ്പഴവും അതും ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. വേണ്ടപ്പെട്ട കാർമ്മികർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് മക്കളെ കൊണ്ടോ വേണ്ടപ്പെട്ടവരെ കൊണ്ടോ ആ പ്രിയപ്പെട്ടവൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ഭസ്മം അത് കടലിൽ കൊണ്ടുവന്ന് ഒഴുക്കിക്കളയുക. സ്തോത്രം. അത് അവരുടെ വിശ്വാസമാണ്, നമ്മളതിനൊന്നും പറയുന്നില്ല. എന്നിട്ട് അവർ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയാൽ ഒരു വലിയ പ്രത്യാശ കാണാൻ പറ്റും. കാരണം എന്താ? എൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മച്ചി മരിച്ചു അടക്കപ്പെട്ട് പോയി. ഇനി പുലിയായിട്ടും പട്ടിയായിട്ടും കോഴിയായിട്ടും ഒക്കെ വരുമെന്നൊക്കെ ഒരു പ്രതീക്ഷ. ഇതൊക്കെ വെറും അബദ്ധചിടിലങ്ങളായ ചില വിശ്വാസ പ്രമാണങ്ങളാണ്. ഇത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്നവർക്കൊക്കെ പഴമൊക്കെ കൊടുക്കും. ഞാനവിടെ നിൽക്കണം, ഞാൻ മാറിക്കളയും. കാരണം ഇതിൻ്റെ ഒന്നും പഴവും നമുക്ക് വേണ്ട, കാശ് കൊടുത്ത് മേടിച്ചില്ല, എവിടെ പഴവും നമുക്ക് വേണ്ട. അത് തിന്നുന്ന വിശ്വാസികളൊക്കെ ഉണ്ട്, സ്തോത്രം പറഞ്ഞ് തിന്നുന്നവരും ഉണ്ട്. വിശ്വാസികൾ എന്താ ചെയ്യാത്തത്? ഈ ആത്മീയ ശിശുക്കളായിട്ട് കിടക്കുന്ന വിശ്വാസികൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്നറിയാത്തവൻ എന്തും ചെയ്യും, എന്ത് പറയണമെന്നറിയാത്തവൻ എന്തും പറയുമെന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ സായുജ്യമടയുന്നവരല്ല. എന്നെ ദൈവവചനം പഠിപ്പിച്ച ദൈവവൃത്യൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നാം മരണപ്പെട്ടു പോകുന്നതിന് മുൻപ് നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ച് ഒരു നല്ല ബോധ്യം നമുക്കുണ്ടാകും. എൻ്റെ ഭൗതിക ശരീരം കർത്താവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ളൊരു നല്ല കോൺഫിഡൻസ്. അല്ലെങ്കിൽ രക്ഷയില്ല പ്രിയമുള്ളവരെ. അതിന് പൗലോസ് പറയുന്ന ഒരു പ്രയോഗം, ആത്മാവോട് സാക്ഷ്യം പറയണം. റോമാലേഖനം 8-ാം അധ്യായം എടുത്താട്ട് ആ വാക്യം ഒന്ന് വായിച്ചാട്ട് എല്ലാവരും ഉറച്ചൊന്ന് വായിച്ചേ. ഹല്ലേലൂയ. 16-ാം വാക്യം, 8-16. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ
അവകാശികളാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടി തിരസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടി കഷ്ടമനുഭവിച്ചാലത്രേ. അപ്പോൾ ആത്മാവോട് സാക്ഷ്യം പറയും. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് സാക്ഷ്യം പറയും നമ്മളെ മക്കളാണ്. അതൊന്നും ആരുടെയും ജീവിതത്തിലൊന്നും ഇല്ല ഇന്ന്. ഞാനതൊക്കെ മനസ്സിലാക്കിയ ആളാണ്, അതുകൊണ്ട് പറയുക. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം ആത്മീക ശൈശവാവസ്ഥയിൽ കിടന്ന് ഞെളിവിരി കൊള്ളുകയാണ്. വലിയ വലിയ പ്രസ്ഥാനങ്ങളാണ്, വലിയ വലിയ ക്വാണ്ടിറ്റി സഭകൾ ഞങ്ങൾക്കുണ്ട്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഭകൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശുശ്രൂഷ വൃന്ദങ്ങൾ, ശവക്കോട്ട, പെർമനന്റ് പന്തൽ, പെർമനന്റ് ബാത്റൂം, പെർമനന്റ് പിന്നെ പാകം ചെയ്യുന്ന ഭക്ഷണശാലകൾ, കുക്ക് ചെയ്യുന്ന കിച്ചണുകൾ എല്ലാം പെർമനന്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും ദൈവാനുഗ്രഹമല്ലെന്ന് ഇനിയെങ്കിലും പ്രബുദ്ധരായ ദൈവമക്കൾ മനസ്സിലാക്കണമേ. ഇത് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. വലിയ ഒരു ആത്മീക കപടതയുടെ കാലഘട്ടമാണിത്. ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാറുണ്ടായിരുന്നു, നല്ലൊരു സാർ, അഷിബു സാറ്, ഡീനായിരുന്നു, നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയും, ഒരു പാസ്റ്ററിന് മുഖംമൂടിയുണ്ട്, കുറഞ്ഞ പക്ഷേ ഒരു 5-6 കാണും. സഭായത്തിന് വരുമ്പോൾ ഒന്ന്, വീട്ടിലൊന്ന്, നാട്ടിലൊന്ന്, കാട്ടിലൊന്ന്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഓരോന്നോരോന്നായിട്ട്. അദ്ദേഹം പറഞ്ഞതാട്ടോ, ഞാൻ പറയാം, എൻ്റെ ഭാഷയല്ല. നിങ്ങൾക്കാർക്കും അങ്ങനെ മുഖംമൂടി ഉണ്ടാകരുതെന്ന മാന്യദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കും. നമുക്കൊരു മുഖമേ കാണാവുള്ളൂ. അത് വീട്ടിലും നാട്ടിലും കൂട്ടിലും എവിടെ ചെന്നാലും ഒരു മുഖം, ഒരാത്മീയത, ഒരാത്മീയ കാഴ്ചപ്പാട്, ഒരാത്മീയ ദർശനം, അതിന് മാറ്റം വരാൻ പാടില്ല. ലോഹ ഉരി വെച്ച് അച്ഛന്മാർ മദ്യപിച്ച് സല്ലപിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ലോഹ ഇട്ടുകൊണ്ട് മദ്യപിച്ച ആൾക്കാർ വിടത്തില്ല. പാൻറ്റും ഷർട്ടുമൊക്കെ ഇട്ടുകൊണ്ട് പോയി സിനിമ കാണുകയും മദ്യപിക്കുകയും ചെയ്യുന്നവരായിട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് കേൾവിപ്പെടുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ ആത്മീയ കോളത്തിലും അങ്ങനെയുള്ള പ്രവണതകൾ കടന്നുകൂടിയിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമ്മുടെ നിത്യതയെ ബാധിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ഓർത്താൽ നന്ന്. ഈ ഡിസംബർ മാസം 8-ാം തീയതി ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ക്ലിപ്പ് കണ്ടതിൽ എനിക്ക് വലിയ സങ്കടം തോന്നി. ഒരു കള്ളപ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദുരുപദേശി പറയുന്നത്, നിങ്ങളുടെ വസ്തു വിൽക്കാനുള്ളവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? അപ്പോൾ 2 പേര് കൈ ഉയർത്തി വസ്തു വിൽക്കാനുണ്ട്. പിന്നെ വസ്തുവിനെ കുറിച്ചുള്ള വിവരണം, ഇന്ന സ്ഥലത്താണ് വസ്തു, ഇന്ന സ്ഥലത്തൊരു മാവുതിപ്പുണ്ട്, പിശാച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വിളിച്ചു പറയുക, അവർ കിടന്ന് കരയുക. ഇത് വിറ്റതിന് ശേഷം നിങ്ങളുടെ വീട്ടിലൊരു ഉത്സവം നടക്കണം, ഒരു കല്യാണം. ശരിയാണോ? ആ ശരി, അതും അറിയാം. കള്ളപ്രവാചകന്മാർക്ക് എല്ലാം അറിയാം, ദുരാത്മാവിൽ എല്ലാം അറിയാൻ പറ്റുമല്ലോ. ഇതൊക്കെ പറഞ്ഞു പിടിപ്പിച്ച് ആ വസ്തു വിൽപ്പിക്കാൻ നടക്കുന്ന ഒരു കൂട്ടം പാസ്റ്റർമാർ, ബാങ്ക് ജപ്തി ചെയ്യാൻ പോകുന്ന ചില വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇയാൾക്ക് പിശാച് കാണിച്ചു കൊടുക്കുന്ന ഇത്, നിങ്ങളുടെ ബാങ്ക് ജപ്തി ചെയ്യത്തില്ല, നിങ്ങളുടെ വീട് ബാങ്ക് ജപ്തി ചെയ്യത്തില്ല, പ്രാർത്ഥിക്കുന്നു, ജപ്തി ചെയ്യാതെ പോകുന്നു. ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാ പ്രിയമുള്ളവരെ, മനസ്സിലായി? ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാ. ഹല്ലേലൂയ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമ്മൾ ആത്മീയരാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്, ചിന്തിക്കരുത്. ഇതൊക്കെ ആത്മീയതയാണെന്നും ദൈവാലോചനകളാണെന്നും നമ്മൾ മിണ്ടരുത്, സംസാരിക്കും. മനസ്സിലായോ? വലിയ അബദ്ധത്തിൽ ചെന്ന് കലാശിക്കും ഇതൊക്കെ. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പിശാചിൻ്റെ ആത്മാവ് എന്ത് ചെയ്തു? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റും? അബദ്ധത്തിൽ ചെന്നെയാണ്. ദൈവം പ്രവർത്തിക്കുന്നതും വ്യക്തികളിലൂടെയാണ്, പിശാചിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതും വ്യക്തികളിലൂടെയാണ്. ഇതിനെ വചനത്തിലൂടെ ഉരച്ചു നോക്കണം. ഞാൻ ഇന്നലെ ഒരു ക്ലിപ്പ് ചെയ്തു, ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ തന്നെ ശോധന ചെയ്യണം. ഒത്തിരി മീഡിയേറ്ററുകളുണ്ട് ശോധന ചെയ്യാൻ. നമുക്ക് ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ചപ്പൻ ചവറും പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ദൈവം അയച്ചവനല്ല. ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കും. വചനം സംസാരിക്കാതെ, വചന വെളിപ്പാടിലൂടെ കാര്യങ്ങൾ പറയാതെ, ചുമ്മാ വീട് കണ്ട് അത് കണ്ട് ഇത് കണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ അന്യാത്മാവിലുള്ള ശുശ്രൂഷകളാണ്.
അത് വിടുതൽ നടക്കും, അത്ഭുതം നടക്കും, അടയാളം നടക്കും, കാര്യങ്ങളെല്ലാം നടക്കും. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവചിച്ചു, രോഗി സൗഖ്യമായി, ഭൂതം പോയി, എല്ലാം പോയി, കാര്യങ്ങളൊക്കെ ശരി. മത്തായി 7:22, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ദൈവം അവരെ അറിയുന്നില്ല, ശുശ്രൂഷ ഏൽക്കുന്നവരെ അറിയുന്നില്ല, ശുശ്രൂഷിക്കുന്നവരെ അറിയുന്നില്ല. അവസാനം രണ്ടും കൂടി നാശത്തിലേക്ക് പോകും. എൻ്റെ ശ്രോതാക്കളായ നിങ്ങൾക്കാർക്ക് അതൊന്നും സംഭവിക്കരുതെന്നുള്ള താല്പര്യത്തോടെ, ദാഹത്തോടെയാണ് ഞാൻ ഇന്ന് പൽക്കാലം ഈ വിഷയം നിങ്ങളുടെ മുൻപാകെ സ്വത്രം അവതരിപ്പിക്കുന്നത്. ഈ ലേഖന പഠനം 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായമാണ് നമ്മുടെ പഠനം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വചന പഠനം നമുക്ക് അനേക കാര്യങ്ങൾ നമ്മളെ ഗ്രഹിപ്പിക്കാനിടയായിത്തീരും. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക, വളരെ ശ്രദ്ധയോടെ ഈ വചനഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായമാണ് നമ്മൾ പൽക്കാലം ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ് ആരാണെന്ന് ചോദിക്കുന്നവർ ഇന്നുണ്ട്. അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. എനിക്ക് അവരോട് മറുപടി, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. അതാ എനിക്ക് പറയാനുള്ള മറുപടി. വേറൊന്നും എനിക്ക് പറയാനില്ല. ഇതിനെയൊക്കെ തട്ടിക്കളയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു അച്ചായനോട് സംസാരിച്ചു. കർത്താവ് വചനം അപ്പോസ്തലന്മാരെ ഫലമേൽപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ, പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഈ പ്രിയ അച്ചായൻ പ്രായത്തിൽ എന്നേക്കാൾ മൂത്ത ആളാണ്. ഈ വചനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. എന്നിട്ട് പുള്ളിയുടേതായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് അഭിപ്രായം കേൾക്കാൻ സമയമില്ല, ഞാൻ ലൈൻ കട്ട് ചെയ്യുകയാണ്, എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് ഫലപ്രദമാണെന്ന് മനസ്സിലാക്കി ആ നിലയിൽ അത് പഠിച്ച് ഗ്രഹിച്ചനുസരിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ എന്തോ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ മുറിഞ്ഞു പോകാനിടയായിത്തീരും. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ നിങ്ങൾ നോക്കിയാൽ, അവർ ദൈവവചനം പ്രസംഗിച്ചാണ് സഭകളെ എന്ത് ചെയ്തത്? നടത്തിയത്. നിങ്ങൾ ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അപ്പം ആ വചനം പ്രസംഗിച്ച് നടത്തി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലൂടി ജീവിച്ച് കുടുംബജീവിതം, സമൂഹ ജീവിതം, സഭാജീവിതം, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വചനമനുസരിച്ച് ജീവിക്കേണ്ട ഒരു ഉപദേശ സംഹിത ഈ പുസ്തകത്തിലുണ്ട്. അതാരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. സഭകൾ സങ്കീർത്തന വായനയിലും കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, വിദേശത്ത് പോയി വന്ന പാസ്റ്റർമാർ വിദേശ വിവരണം നടത്തി, അതൊക്കെ പ്രസംഗങ്ങൾ. ഞാനിതൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പിന്നെയും ആവർത്തിക്കുന്നില്ല. ഇന്ന് സഭകളെ ഉപദേശം പഠിപ്പിച്ച് നടത്തുന്ന കൂട്ടങ്ങൾ വളരെ കുറവാണ്. ബാംഗ്ലൂരിലെ മോൻ, മദ്രാസിലെ മോൻ എന്നതുപോലെ ബാംഗ്ലൂരിലെ മോൻ വന്ന് പ്രസംഗിച്ചത് ഓർക്കുന്നുണ്ട്. എന്താ? സഭ വളരുന്നത് വ്യഭിചാരം ചെയ്താണ്. അപ്പൊ നോക്കി എവിടെ നിൽക്കുന്നു നമ്മള്? ആത്മീയ ഗോളം എവിടെ നിൽക്കുന്നു? ഈ ബാംഗ്ലൂരിലെ മോന്റെ പിതാവ് ആരാ? അപ്പന് പറ്റിയ മകൻ തന്നെയാ. അപ്പനും ദുരുപദേശത്തിന്റെ കൂടെ മകനും അത് തന്നെയായി മാറി. രണ്ടാരണ്ടും പറഞ്ഞ പോലെ ആന പോലെ ചീർത്ത് വീർത്തിരുന്നിട്ടൊന്നും കഥയില്ല. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നില്ലെങ്കിൽ, ദൈവവചനത്തിലൂടെയുള്ള പ്രബോധനങ്ങൾ ജനത്തിനെടുത്ത് കൊടുക്കുന്നില്ലെങ്കിൽ, വചനം പ്രസംഗിച്ച് സഭയെ നടത്തുന്നില്ലെങ്കിൽ, ഇവരൊക്കെ ആകാത്ത വേലക്കാരും നായ്ക്കളും ആകാത്ത വേലക്കാരും വിച്ഛേദനക്കാരുമാണെന്ന് പൗലൂസ് പറഞ്ഞ ലിസ്റ്റിൽ അവരെ അങ്ങ് ഉൾപ്പെടുത്തുക. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. 3 ഗ്രൂപ്പിൽപ്പെട്ടവരാണ്.
ഈ പ്രിയപ്പെട്ടവരിൽ നിന്ന് വചനം കേൾക്കുന്നവർ സൂക്ഷിച്ചുകൊള്ളുക. പൗലോസിൻ്റെ ടീച്ചിങ് പഠിപ്പിക്കലെ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ, നമ്മളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ എത്ര മനോഹരമായ നിലയിലാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയെ വചനം പഠിപ്പിക്കുന്നത്. ഞാൻ ആ വചനത്തിലേക്ക് വരട്ടെ. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസ്തനോസും കൊരിന്തിയിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയുമുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും കൂടി വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. നോക്കി, അവിടെയും ഇവിടെയും എവിടെയും, ഭൂമിയുടെ 5 വൻകര, ചിലർ പറയുന്നത് 7 വൻകരയെന്ന്, ആയിക്കോട്ടെ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദൈവമക്കൾക്കും കൂടി എഴുതുന്നതാണ് ഈ ലേഖനങ്ങൾ. അവിടെയും ഇവിടെയും എവിടെയും. ന്യൂയോർക്ക് വന്നു, ഇന്ത്യ വന്നു, റഷ്യ വന്നു, വിയറ്റ്നാം വന്നു, ഉത്തര കൊറിയ വന്നു, സൗത്ത് കൊറിയ വന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ വന്നു, മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ വന്നു, ഇസ്രയേൽ വന്നു, എല്ലാം വന്നു. അവിടെയും ഇവിടെയും എവിടെയും. ചിലരൊക്കെ പറയുന്നത്, ഈയിടയ്ക്കൊരു വലിയ ജ്ഞാനിയായ പാസ്റ്റർ പ്രസംഗിച്ചു, ലേഖനങ്ങൾ അവർ ജീവിച്ചിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബലപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ് എഴുതി പ്രബോധിപ്പിച്ച ചില കത്തുകളാണ്. അതെന്ത് പറയും, നമ്മൾ നടക്കണ്ട. നമ്മൾ നോഹയുടെ കാലഘട്ടത്തെയും പിന്നെ പുറപ്പാട് പുസ്തകത്തിലെ വിഷയങ്ങളൊക്കെ പഠിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ മതിയെന്ന്. പുള്ളിയെപ്പോലൊരു പോഷൻ ലോകത്തുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പോഷൻ കൊടുക്കേണ്ട ഒരു അവാർഡ് ആ മാന്യ ദൈവത്തിന് കൊടുക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുക. കാരണം ഇവരൊക്കെ എന്നാ ശുശ്രൂഷകന്മാരാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെന്തായാലും പുതിയ നിയമസഭയാണല്ലോ, ആണോ സഹോദര? ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ, കർത്താവിൻ്റെ മണവാട്ടിയായ സഭ, അല്ലെങ്കിൽ കന്യയായ സഭ, അല്ലെങ്കിൽ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരം. ഈ നിലയിലാണ് 3 പഠനങ്ങൾ പൗലോസിലെ. അപ്പം ഈ നിലയിൽ നമ്മൾ പുതിയ നിയമസഭയായിരിക്കെ, പുതിയ നിയമസഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണം ഉണ്ടല്ലോ, ഉണ്ടോ? ആ പ്രമാണത്തിനാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം ഭക്തിക്കൊത്ത് ഉപദേശം എന്ന് പറയുന്നത്. യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് 2 പ്രയോഗങ്ങൾ പ്രയോഗിക്കും. എന്തൊക്കെയാ അത് പറയാമോ? രാജകീയനായ പ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞനായ പ്രമാണം. എത്ര പ്രാവശ്യം കേട്ടാൽ എന്ത് ഗുണം? വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ശങ്കരൻ പിന്നെയും തെങ്ങയിലെന്ന് പറഞ്ഞ പോലെ പലരും. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ കൂടെ ദൈവവചനം പഠിക്കാൻ വന്ന ഒത്തിരി, ഒരു 50 കുടുംബങ്ങളോളം ഉണ്ട്. ഈ 50 കുടുംബങ്ങളും ഇന്ന് വിശ്വാസ ഓളത്തിലില്ല, എല്ലാം പോയി ദുരുപദേശത്തിലേക്ക്. ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ ഇത്തിരി പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കുക. കാരണം നിത്യജീവൻ്റെ മൊഴികളാണിതെന്ന് മനസ്സിലാക്കി, നിത്യജീവൻ്റെ മൊഴികളാണെന്ന് മനസ്സിലാക്കി നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ഈ വചനങ്ങൾ അനുസരിച്ച് ആവോളം പോകാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുക. ദൈവമക്കളെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഈ വചനങ്ങളൊന്നും ആർക്കും കേൾക്കാനായിട്ട് താല്പര്യം ഉണ്ടാകത്തില്ല. പാട്ടും കൂത്തും നൃത്തങ്ങളും ഇന്ന് ലോകത്ത് കാണുന്ന പോലെ, ലോകം ചെയ്യുന്ന പോലെയുള്ള അനുഭവങ്ങളെല്ലാം ലോകം സഭയിലോട്ട് കയറി. ഇന്ന് സഭകളെന്ന് പറയുന്ന വ്യാജ സഭകളിൽ ലോകം കയറി മെഴുകിക്കൊണ്ടിരിക്കുക. അവർക്ക് വചനം വേണ്ട, അവർക്ക് ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കണ്ട. ഇസ്രായേലിന് സംഭവിച്ച ദുരന്തം അത് തന്നെയാണ്. ഇസ്രായേലിന് സംഭവിച്ച ദുരന്തം അത് തന്നെയാണ്. ഹോബയുടെ ന്യായപ്രമാണം കേട്ട ഇസ്രായേൽ മക്കൾ ഒരു സുപ്രഭാതത്തിൽ അവർ പറഞ്ഞു, ഈ ന്യായപ്രമാണം ഞങ്ങൾ എല്ലാവരും അനുസരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു? ഇതൊന്നും അനുസരിക്കാതെ അവർക്ക് ബോധിച്ചതുപോലെ നടന്നു. ഹല്ലേലൂയ. അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനം. ഇത് തന്നെയാണ് ഇന്നത്തെ പെന്തക്കോസ്തായുടെ ചിത്രം. ഇവിടെ അപ്പനെന്നോ അമ്മയെന്നോ മോളെന്നോ മരുമോനെന്നൊന്നുമില്ല. പ്രമാണം അനുസരിക്കാത്ത, എല്ലാം ഗുണം പിടിക്കാത്ത ലിസ്റ്റിലേക്ക് ഞാൻ പെടുത്തും. ഞാൻ ചാകുന്നവരങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാരണം അല്ല പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? ഗുണമില്ലാത്ത തന്നെ പറയും. യെശയ്യാവ് 5:20 വാക്യം എന്താണെന്നറിയാമോ? നന്മയ്ക്ക് തിന്മയെന്നും
വെളിച്ചത്തിന് ഇരുട്ടെന്നും ഇരുട്ടിന് വെളിച്ചമെന്നും കയ്പിന് മധുരമെന്നും മധുരത്തിന് കയ്പെന്നും പറയുന്നവന് അയ്യോ കഷ്ടം. അപ്പോൾ വചനത്തെ കോട്ടിമാറ്റി പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കുശവും ഉപദേശവും നമ്മൾ കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. അവിടെയും ഇവിടെയും എവിടെയുമുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും കൂടി വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്, നമ്മുടെ പിതാവാം ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വന്ദനമാണ് ആ 3 വാക്യത്തിൽ. ഈ 4-ാം വാക്യത്തിൽ ഗൗരവമേറിയ വിഷയത്തിലേക്ക് കയറുക. കേട്ട് പഠിച്ചോണം. നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യും. അപ്പോൾ കൊരിന്ത്യർ സഭയോട് പൗലോസ് എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടി? ദൈവകൃപ. എല്ലാവരും പറയുന്നത് മറിയയ്ക്ക് മാത്രമേ ദൈവകൃപ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം ഒന്നും പറഞ്ഞ് കത്തോലിക്കര് കിടന്ന് കാറി പാടുക. എടാ, ഗുണം പിടിക്കാത്തവരെ മറിയയ്ക്ക് മാത്രമല്ല കൃപ, നിനക്കും കിട്ടി. ഇവിടെ ആ വാക്യം അതാ പറയുന്നത്. നിങ്ങൾക്ക് ലഭിച്ച കൃപ, എനിക്ക് കൃപ ലഭിച്ചു കർത്താവിനെ അറിയുവാൻ, അല്ലേ? ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ കാണുവാൻ, സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള വഴി കർത്താവ് തെളിയിച്ചു തന്നു. കൃപയാൽ എനിക്ക് കൃപ ലഭിച്ചു. ഞാൻ കൃപ ലഭിച്ചവനാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കൃപ ലഭിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ ഈ പറഞ്ഞ അവസ്ഥ പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് കൃപ ലഭിച്ചു. പൗലോസ് കൊരിന്ത്യരോട് പറയുന്നുണ്ട്, ലഭിച്ച കൃപ വ്യർത്ഥമായി പോകരുത്, വ്യർത്ഥമായി പോകരുത്. അനേകർക്ക് ലഭിച്ച കൃപ അവർ വ്യർത്ഥമാക്കി കളഞ്ഞു. അനേക സുവിശേഷകന്മാർ, അനേക വിശ്വാസികൾ ആ കൃപയെ നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ആ വയോവൃദ്ധനായ മനുഷ്യൻ ഈ പഥ്യവചനം പഥ്യോപദേശം അനേക ദേശങ്ങളിൽ പോയി പ്രസംഗിച്ചു. കൂടെ ഞങ്ങളും ഉണ്ടായിരുന്നു. ഞാനും ഒരു സഹശുശ്രൂഷകനായിരുന്നു അന്ന്. തന്നോടൊപ്പം നിന്ന് ഞാനും ദൈവവചനം പറയാൻ എന്നെ താൻ അനുവദിച്ചിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എന്നെ കറക്ഷൻ ചെയ്ത് കൊണ്ടുവന്നു. 2019 അദ്ദേഹം ഈ ലോകത്ത് മാറ്റപ്പെട്ടു. അദ്ദേഹത്തെ എടുത്ത് പൊക്കി പറയുകയല്ല. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു 10-25 മാസ്റ്റർമാർ എന്നെ പ്രബോധിപ്പിച്ചു. ഡോക്ടർമാരുണ്ട്, റവറന്മാരുണ്ട്. ആരും ഈ വചനങ്ങളൊന്നും അവർ പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ കാര്യം എടുത്ത് പറയുന്നേ. അത് പുള്ളിയെ എടുത്ത് ഉയർത്തുന്നതുമല്ല, പുള്ളിയെ ഉയർത്തി കാട്ടുന്നതുമല്ല. ലോകപ്രകാരം ഒരു ഗുരുശിഷ്യ ബന്ധം ഈ ലോകത്തിന് നമുക്ക് വേണോ? സ്കൂളിൽ പോയാൽ നമുക്ക് ഗുരുക്കന്മാരില്ലേ? ചർച്ചുകളിൽ ചെന്നാൽ നമുക്ക് ഗുരുക്കന്മാരില്ലേ? വചനം പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, ഗുരുക്കന്മാരാ. നല്ല ക്ലിയർ ആയിട്ട് വചനം പഠിപ്പിക്കുന്ന ഒരു ഗുരുവിൽ നിന്ന് വചനം പഠിച്ചാൽ നമ്മൾക്ക് വളരെ അനുഗ്രഹമായി തീരും. അതിൻ്റെ അപര്യാപ്തത പലർക്കും ഉണ്ട്. ഈ സ്വയം കയറി പാസ്സാവുന്നവരും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേട്ട് പഠിക്കുന്നവരും വല്ലവരുമൊക്കെ വല്ലയിടത്തുമൊക്കെ പറയുന്നവരൊക്കെ കേട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ കണ്ടാൽ അറിയാം. അവിടെ പ്രബോധനങ്ങൾക്ക് അതാ മദ്രാസിലെ മോനെ അല്ല ബാംഗ്ലൂരിലെ മോൻ വന്ന് ചെയ്തത്. പുള്ളിക്ക് ഗുരു വല്ലതും ഉണ്ടോ? അപ്പം ഗുരു. എന്ത് ഗുരു? അപ്പം തന്നെ തലയും കുത്തി കിടക്കുക. പിന്നെ നീ മോൻ എന്നെ നന്നാകാനാ? അപ്പം ഇതൊക്കെ മനസ്സിലാക്കണം. നല്ലൊരു ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. യേശുക്രിസ്തു ആകുന്ന ഗുരുവിൽ നിന്ന് പഠിച്ച 12 അപ്പോസ്തലന്മാർ അവർ ആദ്യം ശിഷ്യന്മാരായിരുന്നു. അത് കഴിഞ്ഞ് അവർ അപ്പോസ്തലന്മാരായി. അവരാണ് ലോകത്തെ പഠിപ്പിച്ചത്. യേശുക്രിസ്തുവിനെ പഠിപ്പിച്ചത് അവരാണ്. ഈ ഇടയ്ക്ക് ഒരു അച്ചായൻ പറഞ്ഞു, തൃശ്ശൂരുള്ളൊരു അച്ചായൻ, കർത്താവ് എന്നെ പഠിപ്പിച്ചെന്ന്. നിങ്ങളെങ്ങനെ പഠിപ്പിച്ച്? നിങ്ങൾ ജനിച്ചിട്ടൊരു 80 വയസ്സല്ലേ ആയുള്ളൂ. 2000 വർഷം മുമ്പ് നടന്ന സംഭവമല്ലേ ഇത്? യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുന്നത് 2000 വർഷം മുമ്പാണ്. അന്ന് വന്ന് തിരഞ്ഞെടുത്ത തൻ്റെ വാത്സല്യ ശിഷ്യന്മാർക്ക്, അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയ ഒത്തിരി ഉണ്ട്. പിതാവാം ദൈവം തിരഞ്ഞെടുത്ത് പുത്രന് കൊടുത്ത ആ വാത്സല്യ അപ്പോസ്തലന്മാർക്ക് കർത്താവ് വചനം കൊടുത്തു. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. കണ്ടോ? ഇപ്പം വചനം പിതാവിൻ്റെതാ, പുത്രനത് അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. അവർ നമ്മളെ പഠിപ്പിക്കുക. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ നമ്മുടെ ഗുരുക്കന്മാരാ. അവരിൽ നിന്ന് പഠിക്കണം നമ്മൾ. അയ്യോ, അവർ ചാള പിടിച്ച് നടന്നവരല്ലേ പാസ്റ്ററെ, അവരെങ്ങനെ നമ്മുടെ ഗുരുക്കന്മാരാകുന്നത്? അങ്ങനെ നോക്കിയാൽ പോയി.
അവർ ചാള പിടിച്ചോ മീൻ പിടിച്ചോ അയില വിറ്റോ ഇതൊന്നും നീ നോക്കണ്ട, ദൈവം അവരെ ആക്കി വെച്ചോ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുക. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി ഇത് തിരഞ്ഞെടുത്തു. അർത്ഥം ഭോഷന്മാരെ തിരഞ്ഞെടുത്തെന്ന്. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനന്മാരെ തിരഞ്ഞെടുത്തു. ബലഹീനമായതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലീഹീനവും നികൃഷ്ടമായതും തിരഞ്ഞെടുത്തു. ഒരു മഹത്വവും പറയാനില്ലാത്ത സാധാരണ മനുഷ്യരെ, കുലീഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തവരും, മീൻ പിടിച്ച് നടന്ന ഏതുമില്ലാത്തവരും തിരഞ്ഞെടുത്തു. ദൈവസനിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവുമായി തീർന്നു. പ്രശംസിക്കുന്നു, കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എന്തിനാ ഈ കർത്താവ് ഈ സാധാരണക്കാരെ തിരഞ്ഞെടുത്തത്? അതിൻ്റെ ഒരു മർമ്മം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാനൊരു വലിയ ജ്ഞാനിയാണെങ്കിൽ എന്നെ തിരഞ്ഞെടുത്താൽ എനിക്ക് കുറേ ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിൽ നിന്ന് ഞാൻ പ്രസംഗിക്കും. പൗലൂസ് പറയുന്നു, പൗലൂസിൻ്റെ ജ്ഞാനവും എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രസ്ഥാനത്രേ ആയിരുന്നത്. പൗലൂസിൻ്റെ ജ്ഞാനം വചനം പ്രസംഗിക്കാൻ ഉപയോഗിച്ചില്ല. ദൈവാത്മാവിൻ്റെ ശക്തിയിൽ ശരണപ്പെട്ട് ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളിലൂടെയാണ് പൗലൂസ് പ്രസംഗിച്ചത്. ഇന്നത്തെ പാസ്റ്റർമാർ ഇതെല്ലാം മറന്നുപോയി. അവരെന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുന്നവർക്ക് ആർക്കും ഒരു ഗുണവും ഇല്ല. കേട്ട് കേട്ട് അവരെല്ലാം അവശരാകുക ചെയ്യുന്നത്. എൻ്റെ ഒരു ചിന്ത, പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയൊക്കെ പ്രസംഗിച്ചതുപോലെ, വചനം പ്രസംഗിച്ചതുപോലെ, ഉപദേശിച്ചതുപോലെ അതേ നിലവാരത്തിലേക്ക് നമ്മൾ വരണം. അതിന് നമ്മൾ ഒരുക്കി കൊടുക്കണം. നമ്മുടെ നാവിനെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവാത്മാവിൽ സംസാരിക്കുവാൻ, ദൈവിക ജ്ഞാനത്താൽ സംസാരിക്കുവാൻ, വചനത്തിൻ്റെ വ്യവസ്ഥകൾ സംസാരിക്കുവാൻ. നമ്മൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും പ്രാപ്തിയും ഒന്നും ഇതിൻ്റെ ഇടയിൽ തിരികെ കയറ്റരുത്. കയറ്റിയാൽ ആ വചനത്തിൻ്റെ ശക്തി നഷ്ടമായി പോകും. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കരുത്. ഇവിടെ വാക്യമുണ്ടത്. നമ്മൾ പറയുന്ന അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ. അപ്പോൾ വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമായി പോകും. ഒരു 10 ഇജ്ഞ ഇട്ട് പ്രസംഗിക്കുന്ന വീരന്മാർ കിടപ്പുണ്ട് നമ്മുടെ ആത്മീയ കൂടത്തിൽ. എനിക്ക് നന്നായിട്ടറിയാം. കാശിന് ഗുണമില്ലാത്തവരെ മാറി അവരിപ്പോൾ. നമ്മുടെ തത്വജ്ഞാനം ജനത്തിന് വേണ്ട, ദൈവത്തിന് പ്രവർത്തിക്കാൻ അത് ഗുണമല്ല. നീ വചനം വിളിച്ചു പറഞ്ഞാൽ മതി. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്തിൽ രക്ഷിക്കപ്പെടും. നമുക്ക് ദൈവശക്തി. എബ്രായലേഖനം 4:12 എന്താ? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയെയും പ്രാണനെയും ആത്മാവിനെയും സന്ധിവചകളെയും വേർപിടിക്കുന്ന തുളച്ചു നില്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. വചനം വിവേചിച്ച്, വചനം രൂപാന്തരപ്പെടുത്തി, വചനം അവരെ ആത്മീകരാക്കി തീർക്കാൻ വചനത്തിലൂടെ ദൈവത്തിന് കഴിയും. ദൈവാത്മാവ് പ്രവർത്തിക്കും. അതിന് ഇന്നത്തെ പാസ്റ്റർമാർ അവസരം കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ എന്തോ പറയാനാ? അവർ കുറേ ബൈബിൾ കോളേജിൽ പഠിച്ചത് കൊണ്ടുവന്ന് വിളമ്പുക, ഛർദ്ദിച്ച് വെക്കുക. ഇതാർക്ക് വേണം? ബൈബിൾ കോളേജിൽ കാശുണ്ടാക്കാനല്ലേ നല്ലൊരു പങ്കും. ചെറിയൊരു ശതമാനമേ ഉള്ളൂ ദൈവജനം പഠിപ്പിക്കുന്നവർ. തലയെണ്ണി ഡോളറും യൂറോ ഡോളറും പൗണ്ടും ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുക പലരും. മേടിച്ചോട്ടെ, കാകളം ധരിക്കുമ്പോൾ അറിയാൻ സംഭവം എന്തൊക്കെയാണ് നടക്കാൻ പോണെന്ന്. സ്വത്രം. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചു. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതിക്കോട്ടെ. നമ്പർ 1, ദൈവകൃപ നിങ്ങൾക്ക് ലഭിച്ചു. അടുത്ത ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിൽ നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. കൊരിന്ത് സഭയുടെ ആവറേജ് ആത്മീയ നിലവാരം പൗലോസ് വെളിപ്പെടുത്തുന്നു. 1, ദൈവകൃപയുള്ളവരാണ്. 2, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം അവരിൽ ഉറപ്പായിരിക്കുന്നു. സ്തോത്രം. നിങ്ങളിൽ ഉറപ്പായിരിക്കുന്ന പോലെ അവനിൽ നിങ്ങൾ സകല
സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. കൊരിന്ത് സഭയുടെ പ്രത്യേകത, ദൈവകൃപ ലഭിച്ചവർ, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഉറപ്പായിരിക്കുന്നവർ, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നർ. ഇന്നത്തെ വിശ്വാസികളോ? ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഗുണമുണ്ടോ വിശ്വാസികളിൽ? ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ഈ ദുരുപദേശകന്മാരെല്ലാം കിടന്ന് ഈ കേരളക്കരയിലും ഭാരതത്തിലും ആഗോള വ്യാപകമായി സഭകളിൽ കയറിക്കിടന്ന് ഇറങ്ങുന്നതിൻ്റെ കാരണം എന്താ? ഈ കൊരിന്ത് സഭയിലുണ്ടായ വിശ്വാസികളുടെ ആത്മീയ നിലവാരം അവർക്കില്ല.